ഇന്ന് നമുക്ക് 2017 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് വിത്ത് റെഫറൻസ് ടു എൻസൈം? ഹോളോ എൻസൈം ഈസ് ഈക്വൽ ടു എപ്പോ എൻസൈം ആൻഡ് കോ എൻസൈം. ദറ്റ് ഈസ് കറക്റ്റ് അല്ലേ? ഹോളോ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീനേഷ്യസ് പാർട്ട് ഓഫ് എൻസൈം വിത്ത് കോ ഫാക്ടർ ആണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. വൺ ടൈപ്പ് ഓഫ് കോ ഫാക്ടർ ഈസ് കോ എൻസൈം, ദറ്റ് ഈസ് വിറ്റാമിൻ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് കൊടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, കോ എൻസൈം ഈസ് എപ്പോ എൻസൈം ആൻഡ് ഹോളോ എൻസൈം. ഹോളോ എൻസൈം എന്ന് പറയുന്നത് കംപ്ലീറ്റ് എൻസൈം, ദറ്റ് ഈസ് എപ്പോ എൻസൈം ആൻഡ് കോ എൻസൈം, ദറ്റ് വി ടോൾഡ് ഓൾറെഡി. ഹോളോ എൻസൈം ഈസ് കോ എൻസൈം ആൻഡ് കോ ഫാക്ടർ. കോ എൻസൈം ഒരു തരത്തിലുള്ള കോ ഫാക്ടർ ആണ്. എപ്പോ എൻസൈം എന്ന് പറയുന്നത് ഹോളോ എൻസൈം ആൻഡ് കോ എൻസൈം. എപ്പോ എൻസൈം ആൻഡ് കോ എൻസൈം ആണ് ഹോളോ എൻസൈം, അല്ലെങ്കിൽ കോ ഫാക്ടർ ആണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. എപ്പോ എൻസൈം എന്ന് പറയുന്നത് ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ഓർ വോളിയം വിൽ നോട്ട് കോസ് ദ റിലീസ് ഓഫ്. ബ്ലഡ് പ്രഷർ കുറഞ്ഞ ഉണ്ടാവാത്ത ഒരു ഹോർമോൺ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. നമുക്കറിയാം ഹാർട്ടിന്റെ ഏട്രിയെന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ദാറ്റ് വിൽ ബി സെക്രീറ്റഡ് വെൻ ദ ബ്ലഡ് പ്രഷർ ഈസ് മോർ. ആൽഡോസ്റ്റിറോൺ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ റെനിൻ. ഈ മൂന്ന് ഹോർമോൺസും ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ സിന്തസൈസ് ചെയ്യുന്നതും ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നി ട്യൂബ്യൂൾ. ഇത് മൂന്നും കിഡ്നി ട്യൂബ്യൂളിൽ നിന്ന് വാട്ടറിന്റെ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നതും ആണ് കേട്ടോ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ വിച്ച് വിൽ നോട്ട് ബി സെക്രീറ്റഡ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് വൺ, വിച്ച് സെൽസ് ഓഫ് ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ സെക്രീറ്റ് ആന്റി ബാക്ടീരിയൽ ലൈസോസൈം. ക്രിപ്സ് ഓഫ് ലൂബർക്കിൻ എന്ന് പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ലൈസോസൈം പോലത്തെ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നത് പാനറ്റ് സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെൽസിൽ നിന്നാണ്. പാനറ്റ് സെൽസ് ഗ്രാന്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെൽസ്. ആ ഗ്രാന്യൂൾസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പറയുന്ന ലൈസോസൈം സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പോളിമറിക്. പോളിമറിക് അല്ലാത്തത് ഏതാണ്? പ്രോട്ടീൻ ഈസ് എ പോളിമർ, ദറ്റ് ഈസ് അമിനോ ആസിഡ് പോളിമർ ഈസ് പ്രോട്ടീൻ. പോളിസാക്കറൈഡ് ഈസ് എ പോളിമർ, ദറ്റ് ഈസ് ഗ്ലൂക്കോസ് പോളിമർ. ലിപ്പിഡ് ഇറ്റ് ഈസ് നോട്ട് എ പോളിമർ. ലിപ്പിഡ് എപ്പോഴും ഒരു മോണോമർ ആണ്. ലിപ്പിഡിന്റെ പോളിമർ എന്ന് പറഞ്ഞ് നമ്മളൊന്നും പഠിക്കാറില്ല. പക്ഷേ ലിപ്പിഡ് ഓൾവേസ് ഇറ്റ് വിൽ ബി സീൻ ഇൻ ആൻ അഗ്രിഗേഷൻ ബിക്കോസ് ദേ ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. ഒരു ഹൈഡ്രോഫോബിക് നേച്ചർ ആയതുകൊണ്ട് അവരെപ്പോഴും ഒരു അഗ്രിഗേഷനിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദറ്റ് ഈസ് നോട്ട് എ polymer. It is it is a non-polymeric compound. It is nucleic acid is a polymer of nucleotide. ഓക്കെ, ഈ ലിപ്പിഡിനെ പറ്റിയിട്ട് ബയോമോളിക്യൂൾസിൽ നമ്മൾ പറയേണ്ടത് ആക്ച്വലി ഇറ്റ് ഈസ് എ ബയോ മൈക്രോമോളിക്യൂൾ, ബട്ട് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബയോ മൈക്രോമോളിക്യൂൾ ബിക്കോസ് ലിപ്പിഡ് ഈസ് ഓൾവേസ് സീൻ ഇൻ ആൻ അഗ്രിഗേഷൻ ഈവൻ ദോ ദേ ആർ നോട്ട് മേക്കിംഗ് എ പോളിമർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻ ആൻജിയോസ്പോം ഡെവലപ്പ് ഇൻ ടു എംബ്രിയോസാക്. ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്ന ആൻജിയോസ്പോമിന്റെ കേസിൽ മെഗാസ്പോർ ആൻജിയ ദാറ്റ് കണ്ടെയ്ൻ മെഗാസ്പോർ മദർ സെൽ ഇറ്റ് വിൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം 4 ലീനിയർ ടെട്രാഡ് ഓഫ് മെഗാസ്പോർ. അതിനകത്ത് സിംഗിൾ മെഗാസ്പോർ മാത്രമാണ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോസാക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ആ സിംഗിൾ മെഗാസ്പോർ മോണോസ്പോറിക് ഡെവലപ്മെന്റ് അത് എന്തായിട്ട് മാറുന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എംബ്രിയോസാക് ഇറ്റ് ഈസ് ദ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ്. അതിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ് ഇരിക്കുന്നത്. അത് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആണ്. 8 ന്യൂക്ലിയേറ്റ് ആണ് എംബ്രിയോസാക്. എംബ്രിയോസാക് എന്ന് പറയുന്ന പോളിഗോണം ടൈപ്പ് എംബ്രിയോസാക് എന്നാണ് പറയുന്നത്. കാരണം അത് പോളിഗോണം ഫാമിലിയിലാണ് ആദ്യമായിട്ട് അതിനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പോളിഗോണം ടൈപ്പ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എംബ്രിയോസാക്കിന്. നെക്സ്റ്റ് വൺ, മൈലിൻ ഷീത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. മൈലിൻ ഷീത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷ്വാൻ സെൽസും അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റ്സും ആണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഷ്വാൻ സെൽസ് ആൻഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. അട്രാക്റ്റൻസ് ആൻഡ് റിവാർഡ്സ് ആർ റിക്വയർഡ് ഫോർ. എൻറ്റമോഫിലിക്ക് മാത്രമാണ് ഇവിടെ റിവാർഡ്സും അട്രാക്റ്റൻസിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. കാരണം ദാറ്റ് ഈസ് ഓൺലി ദ ലിവിങ് പോളിനേറ്റേഴ്സ്. ഹൈഡ്രോഫിലി എന്ന് പറയുന്ന വാട്ടറിൽ കൂടെ പോളിനേറ്റ് ചെയ്യുന്ന ആരെ ആകർഷിക്കാനൊന്നുമില്ല. ക്ലീസ്റ്റോഗ്യാമി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ സെൽഫ് പോളിനേഷൻ നടക്കുന്ന ക്ലീസ്റ്റോഗ്യാമി എന്ന് പറയുന്നത്. ആനിമോഫിലി എന്ന് പറയുന്ന വിൻഡ് പോളിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മതി അട്രാക്റ്റൻസും റിവാർഡ്സും. റിസപ്റ്റർ സൈറ്റ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ പ്രസന്റ് ഓൺ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ റിസപ്റ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറോൺ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒരു ന്യൂറോൺ അതിന്റെ കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്ന അതിന്റെ ആക്സോൺ ടെർമിനലിൽ കൂടെ
സിനാപ്റ്റിക് വെസിക്കിളിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് സിനാപ്സിലേക്കാണ് സെക്രീറ്റ് ചെയ്യുക. ഈ സിനാപ്സിലേക്ക് സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിനാപ്സിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ന്യൂറോൺ ആയിരിക്കും എക്സൈറ്റഡ് ആവുക. അവിടെയായിരിക്കും അതിൻ്റെ റിസപ്റ്റർ ഇരിക്കുക. അപ്പോൾ ആ സിനാപ്സിന് മുമ്പുള്ള ന്യൂറോണിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണെന്നും ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യാൻ കഴിയുന്ന റിസപ്റ്റർ ഇരിക്കുന്ന ന്യൂറോണിനെ, സിനാപ്സ് കഴിഞ്ഞിട്ടുള്ള ന്യൂറോണിനെ നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും പറയാം. സോ ഹിയർ ദ റിസപ്റ്റർ സൈറ്റ് ഫോർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ബി പ്രസന്റ് ഇൻ ദ മെംബ്രെയിൻ ഓഫ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. Next one, coconut fruit is a drupe. Drupe എന്ന് പറയുന്നത് a fruit ആണ്. That will be having its pericarp അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്. പെരികാർപ്പ് എന്ന് പറയുന്നത് എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് അങ്ങനെ 3 പാർട്ടുള്ള ഫ്രൂട്ടിനെ നമ്മൾ പെരികാർപ്പ് എന്ന് പറയാം. ഇതിനകത്ത് മീസോകാർപ്പ് ഫ്ലഷി ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഡ്രൂപ്പ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് മാംഗോ, കോക്കനട്ട് ആൻഡ് ഓൾ. അതിനകത്ത് മീസോകാർപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ചകിരിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, അഡൽട്ട് ഹ്യൂമൻ RBCs ആർ എന്യൂക്ലിയേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദിസ് ഫീച്ചർ? അഡൽട്ട് ഹ്യൂമൻ RBC എന്യൂക്ലിയേറ്റ് ആവാൻ കാരണം, മേജർ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് പോലും വയ്ക്കാതെ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഹീമോഗ്ലോബിൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു RBCയുടെ ഉള്ളിൽ ഏകദേശം 270 to 280 മില്യൺ ഹീമോഗ്ലോബിൻസ് വിൽ ബി പ്രസന്റ്. അപ്പം അത്രയും ഹീമോഗ്ലോബിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീമോഗ്ലോബിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓൾ ദെയർ ഇന്റേണൽ സ്പേസസ് അവൈലബിൾ ഫോർ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അതാണ് ഈ പറയുന്ന RBC എന്യൂക്ലിയേറ്റ് ആവാനുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റേഷൻ ഒക്കേഴ്സ്. കപ്പാസിറ്റേഷൻ നടക്കുന്നത് സ്പേമിനാണ്. സ്പേം ആഫ്റ്റർ എൻ്ററിങ് ഇൻസൈഡ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്രോസോമിൻ്റെ മെംബ്രെയിൻ, അതായത് ആ ഒരു റീജിയനിൽ കുറച്ച് സ്റ്റിറോയിഡും ഗ്ലൈക്കോപ്രോട്ടീനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാലാണ് ഈ അക്രോസോമിന് പെട്ടെന്ന് എഗ്ഗിൻ്റെ മെംബ്രെയിനിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ബ്രേക്ക് ഓപ്പൺ ആയി ആ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കയറാൻ അല്ലെങ്കിൽ എഗ്ഗിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റേഷൻ പ്രോസസ്സ് ഇൻസെമിനേഷൻ നടന്നതിന് ശേഷം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ? എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ കാണാൻ കഴിയുന്നത് ആർക്കി ബാക്ടീരിയനെയാണ്. എക്സ്ട്രീം സലൈൻ കണ്ടീഷനിൽ ആർക്കി ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദ സെൽ വോൾ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് സ്യൂഡോമ്യൂറിൻ കൊണ്ടാണ് അവർ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാഞ്ച്ഡ് ലിപ്പിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, ഈ ബ്രാഞ്ച്ഡ് ലിപ്പിഡിൻ്റെ കണക്ഷൻ ഈതർ ബോണ്ട് കൊണ്ട് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതിനെ അഡ്വേഴ്സ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ആർക്കി ബാക്ടീരിയ തന്നെയാണ് നമ്മൾ ഒരുപാട് സലൈൻ ഹാബിറ്റാറ്റിൽ കാണാൻ കഴിയുക. നെക്സ്റ്റ് വൺ, എസിംപ്ടോട്ട് ഇൻ എ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ. എസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഫേസിലായിരിക്കുന്ന സമയത്ത് when it reaches a particular point it will just bend in one direction. You just imagine in a sigmoid curve of growth, when the organism is growing, we can see it is growing like this. It reaches at a particular point and it will bend like this. ഈ ഒരു ബെൻഡ് ഉണ്ടാക്കുന്ന കണ്ടീഷൻ എപ്പോഴാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതാണ് asymptote in logistic curve is obtained when. That is when the carrying capacity and the total number of population when it is becoming is equal. That is K is equal to N. K is equal to N വരുമ്പോഴാണ് ഈ പറയുന്ന കർവ്, ഇവിടെ ഒരു കർവ് ഫോം ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും ഇങ്ങോട്ട്, അതായത് പാരലൽ ആയിട്ട് മൂവ് ആവുന്ന ആ ഒരു ഗ്രാഫ്. Okay, next one, artificial selection to obtain cows yielding high milk output represents. അതായത് ഇപ്പോൾ നമ്മൾ ഹൈ മിൽക്ക് കിട്ടുന്ന, ലോ മിൽക്ക് കിട്ടുന്ന, മീഡിയം മിൽക്ക് കിട്ടുന്ന ഓർഗാനിസം, അതിനകത്ത് ഹൈ മിൽക്ക് കിട്ടുന്ന ഓർഗാനിസത്തിനെ മാത്രം നേച്ചർ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷണലി സെലക്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ നാച്ചുറൽ സെലക്ഷനകത്ത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ നാച്ചുറൽ സെലക്ഷനകത്ത് നമ്മൾ പറയുന്നുണ്ട് എന്താ, ഒന്നുപോലെ ഡയറക്ഷണൽ സെലക്ഷൻ ആവാം, അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആവാം, അല്ലെങ്കിൽ അത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ഒക്കെ ആവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രീം എൻഡിലുള്ളത്, ഇപ്പോൾ കൂടുതൽ മിൽക്ക് കിട്ടുന്നതിന് സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഏറ്റവും കുറവ് കിട്ടുന്നതിന് സെലക്ട് ചെയ്യുന്നതിന് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയും. കുറവും കൂടുതലും കിട്ടുന്ന രണ്ടിനെ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയും. അതേപോലെ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം ആയിട്ടുള്ള, അതായത് മീഡിയം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുന്നതിനാണ്. അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷണൽ സെലക്ഷനാണ്. ഡയറക്ഷണൽ ആസ് ഇറ്റ് പുഷസ് ദ മീൻ ഓഫ്
of the character in one direction. Next one, select the mismatch. ഇതിനകത്ത് മാച്ച് ആവാത്തത് ഏതാണ്? റോഡോസ്പൈറിലം മൈക്കോറൈസ. റോഡോസ്പൈറിലം മൈക്കോറൈസ ആണോ? അല്ല. റോഡോസ്പൈറിലം ഈസ് എ ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് അനേറോബിക് ബാക്ടീരിയ ആണ്. ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് അനേറോബിക് ബാക്ടീരിയ ആണ് റോഡോസ്പൈറിലം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് തെറ്റ്. ഇനി അനാബീന നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്തതാണ്. റൈസോബിയം അൽഫാൽഫ. അൽഫാൽഫ എന്ന് പറയുന്ന ഒരു ലെഗ്യുമിനേഷ്യസ് പ്ലാന്റ് ആണ്. അതേപോലെ ഫ്രാങ്കിയ. ഫ്രാങ്കിയ എന്ന് പറയുന്നത് നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഓർഗാനിസം ആണ്. അതിന് നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സിന് ഒരു എക്സാമ്പിളാണ് അൾനസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് വിഷൻ ഡിപ്പെൻഡ് ഓൺ ആഡിക്വേറ്റ് ഇൻടേക്ക് ഓഫ് കരോട്ടിൻ റിച്ച് ഫുഡ്. അതായത് കരോട്ടിൻ റിച്ച് ഫുഡ് എടുക്കുമ്പോൾ നമുക്ക് നല്ല കാഴ്ച ഉണ്ടാവുന്ന. സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിറ്റാമിൻ എ ഡെറിവേറ്റീവ്സ് ആർ ഫോംഡ് ഫ്രം കരോട്ടിൻ. വിറ്റാമിൻ എ ഡെറിവേറ്റീവ് കരോട്ടീനിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ വിഷ്വൽ പിഗ്മെന്റ്സ് അതിനകത്ത് റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ പറയുന്നുണ്ട്. റെറ്റിനാൽ ദാറ്റ് ഈസ് ദ ആൽക്കലൈൻ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിറ്റാമിൻ എ കരോട്ടിനിൽ നിന്നാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ കരോട്ടിൻ റിച്ച് ഫുഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് വിഷൻ ഉണ്ടാവും എന്നുള്ളതിന് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇത്. നെക്സ്റ്റ് വൺ, ഫോട്ടോ പിഗ്മെന്റ്സ് ആർ എംബഡഡ് ഇൻ ദ മെംബ്രെയിൻ ഡിസ്ക് ഓഫ് ദ ഇന്നർ സെഗ്മെന്റ്. ഫോട്ടോ പിഗ്മെന്റ്സ് എന്താണ് ഇന്നർ സെഗ്മെന്റിൽ എംബഡഡ് ആയിട്ട് കാണും എന്നുള്ളതിന് ഈ കരോട്ടിൻ റിച്ച് ഫുഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ. റെറ്റിനൽ അതുപോലെ തന്നെ ഗുഡ് വിഷനും ആയിട്ട് ബന്ധം ഡയറക്റ്റ് വരുന്നില്ല. ദെൻ റെറ്റിനാൽ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. കറക്റ്റ്. ദെൻ റെറ്റിനാൽ ഈസ് ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് ഓഫ് ഓൾ ദ വിഷ്വൽ ഫോട്ടോ പിഗ്മെന്റ്സ്. റെറ്റിനാൽ എന്ന് പറയുന്നത് ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് ഓഫ് എല്ലാ വിഷ്വൽ പിഗ്മെന്റ്സിന്റെ എന്താണ് ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് റെറ്റിനാലാണ്. സോ ഹിയർ എ സി ഡി ആർ കറക്റ്റ് ബട്ട് ബി ഈസ് റോങ്. Okay, then the next question, DNA fragments separate on an agarose gel can be visualized after staining with ഡി എൻ എനെ സ്റ്റെയിൻ ചെയ്യുന്ന ഡൈ ആണ് എത്തിഡിയം ബ്രോമൈഡ്. എത്തിഡിയം ബ്രോമൈഡ് രണ്ട് ഡി എൻ എ ഡബിൾ സ്ട്രാൻഡിൻ്റെ ഇടയിൽ ഹൈഡ്രജൻ ബോൺസ് ഇരിക്കുന്ന ആ ഭാഗത്തായിട്ട് ഇന്റർകാലേറ്റ് ചെയ്തിട്ടായിരിക്കും കാണുക. എത്തിഡിയം ബ്രോമൈഡ് വിൽ ബി ഇന്റർകാലേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ടു സ്ട്രാൻഡ്സ് ഓഫ് ദ ഡി എൻ എ. നെക്സ്റ്റ് വൺ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഡ്രെയിൻസ് ബ്ലഡ് ടു ലിവർ ഫ്രം ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ്. നമുക്ക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ബോഡിയിലെ രണ്ട് ഓർഗൻസിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പോർട്ടൽ സിസ്റ്റം എന്നാണ് പറയുക. ഹ്യൂമൻ ബീങ്സ് രണ്ട് പോർട്ടൽ സിസ്റ്റം ആണ് ഉള്ളത്. ഒന്ന് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, ഒന്ന് ഹൈപ്പോതലാമിക് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം. ഹൈപ്പോതലാമിക് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്ന ഹൈപ്പോതലാമസും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിലുള്ള ഒരു പോർട്ടൽ സിസ്റ്റം ആണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല കേട്ടോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിലുള്ള അവിടെ ആ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ പറയുക, ഹൈപ്പോതലാമസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് അവിടുത്തെ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം ആ ബ്ലഡ് നേരെ ഹാർട്ടിലേക്ക് പോവാതെ ഇറ്റ് വിൽ ഡയറക്ട്ലി മൂവ് ടു ദ ലിവർ ഫോർ ദ സ്റ്റോറേജ് ഓഫ് ദിസ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. അതിനാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഹിയർ ദാറ്റ് വിൽ ബി ടേക്കിംഗ് ദ ബ്ലഡ് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് പാസ് ടു ലിവർ. നെക്സ്റ്റ് വൺ, വാസ്കുലാർ ക്യാമ്പിയം നോർമലി ഗീവ് റൈസ് ടു. വാസ്കുലാർ ക്യാമ്പിയം സാധാരണ ഉണ്ടാക്കുന്നത് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ആണ്. ഇവിടെ സെക്കൻഡറി സൈലം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ സെക്കൻഡറി സൈലം ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. തലാസീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ are caused due to a problem in globin molecule synthesis. Select the correct statement. തലാസീമിയ എന്ന് പറയുന്നത് ഗ്ലോബിൻ മോളിക്യൂളിന്റെ സിന്തസിസിന്റെ കുറവും, അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റും, അനീമിയ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ആ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചുമാണ്, അതിന്റെ ക്വാളിറ്റി ചേഞ്ചുമാണ്. അപ്പോൾ ഇതൊരു ക്വാളിറ്റേറ്റീവ് ഡിഫക്റ്റുമാണ്. ഇനി ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫക്റ്റ്. റോങ്. തലാസീമിയ ഇസ് ഡ്യൂ ടു ലെസ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ മോളിക്യൂൾ. തലാസീമിയ ഗ്ലോബിൻ മോളിക്യൂൾ കുറച്ച് സിന്തസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ്. സിക്കിൾ സെൽ അനീമിയ ഇസ് ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് ഗ്ലോബിൻ മോളിക്യൂൾ. നോ, സിക്കിൾ സെൽ അനീമിയ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം ആണ്. ബോത്ത് ആർ ഡ്യൂ ടു ക്വാളിറ്റേറ്റീവ് ഡിഫക്റ്റ്. നോ, ദാറ്റ് ഈസ് one is qualitative, one is quantitative. Next one, genotype of a husband and wife are IA, IB and IA small I. Among the blood type of these children, how many different genotypes and phenotypes are possible? നോക്കിക്കേ, ഇവിടെ ഫാദർ വന്നിട്ട്
ഫാദർ വന്നിട്ട് IA ആൻഡ് മദർ വന്നിട്ട് IA ആണ്. അപ്പോൾ ഇവിടെ ഫാദർ സിന്തസൈസ് ചെയ്യുന്ന സ്പേമിൽ 50% IA-യും 50% IB-യും ആയിരിക്കും ഉണ്ടാവുക. ഓവത്തിനകത്ത് ഒന്നുപോലെ IA അല്ലെങ്കിൽ i ആയിരിക്കും ഉണ്ടാവുക. സോ ഹിയർ ഡ്യൂറിങ് ദ ഗ്യാമീറ്റ് ഫോർമേഷൻ ദിസ് IB will be separated and this IA and I will be separated. During the fusion of these gamete we can see this IA it can join with this IA, so it will give IA combination, so that gives the A blood group. And here this IA it can join with this small I, so that will give heterozygous individual, that is also A group. അപ്പോൾ എത്ര ഫീനോടൈപ്പ് ഉണ്ടാവും ഇതിനകത്ത്? ഈ ഒരു കോമ്പിനേഷനിൽ രണ്ട് ഫീനോടൈപ്പ് ഉണ്ടാകുന്നുണ്ട്, അല്ല ഒരു ഫീനോടൈപ്പ് ഉണ്ടാകുന്നുണ്ട്, A blood group മാത്രം. ഇനി നെക്സ്റ്റ് വൺ IB if it is joining with IA then it will produce AB. അതേപോലെ തന്നെ ഈ IB if it is joined with small I then it will produce B blood group. അപ്പോൾ AB blood groupും B blood groupും ഉണ്ടാക്കാം ഇങ്ങനെ ഒരു ജോയിനിങ്ങിൽ. സോ ഹിയർ വി ക്യാൻ സേ 1+2 ഫീനോടൈപ്പ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അതേപോലെ IA small I, IB small I, ഇങ്ങനെ 4 തരത്തിലുള്ള ജീനോടൈപ്പും ഉണ്ടാക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതി ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ അതായത് ഇതേപോലെ IB ക്രോസ് വിത്ത് IA small I വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഗ്യാമീറ്റിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഗ്യാമീറ്റ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ഇത് ഓരോന്നും കോമ്പിനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതി നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് എഴുതി നോക്കിയില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും, പക്ഷെ പെട്ടെന്നൊന്ന് എഴുതി നോക്കിക്കോ, ഇനി അതിനകത്ത് തെറ്റൊന്നും വരുത്തണ്ട. Next one, which of the following facilitate opening of stomatal aperture? Stomatal apertureന്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ക്യാരക്ടറാണുള്ളത്? ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ പറയുന്നില്ല, നമുക്ക് ആ ഓപ്ഷൻസ് നോക്കാം. ഡിക്രീസ് ഇൻ ടർജിഡിറ്റി ഓഫ് ഗാർഡ് സെൽ, ഗാർഡ് സെല്ലിൻ്റെ ടർജിഡിറ്റി കൂട്ടിയിട്ടാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുക, അപ്പോൾ തെറ്റാണ്. റേഡിയൽ ഓറിയന്റേഷൻ ഓഫ് സെല്ലുലോസ് മൈക്രോഫൈബ്രിൽ ഇൻ ദ സെൽ വോൾ ഓഫ് ഗാർഡ് സെൽ, ഗാർഡ് സെല്ലിൻ്റെ സെൽ വോളിൽ റേഡിയൽ ഓറിയന്റേഷൻ ഓഫ് മൈക്രോഫൈബ്രിൽ സെല്ലുലോസ് മൈക്രോഫൈബ്രിൽസ് ആർ പ്രസന്റ്, ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ബൾജിങ് ദ ഗാർഡ് സെൽ ഇൻ റേഡിയൽ മാനർ. ഇത് എന്താണ് സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഓറിയന്റേഷൻ ഓഫ് സെല്ലുലോസ് മൈക്രോഫൈബ്രിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ ഓറിയന്റേഷൻ അല്ല, റേഡിയൽ ഓറിയന്റേഷൻ ആണ്. കൺട്രാക്ഷൻ ഓഫ് ഔട്ടർ വോൾ ഓഫ് ദ ഗാർഡ് സെൽ, ഗാർഡ് സെല്ലിൻ്റെ ഔട്ടർ വോളിൻ്റെ കൺട്രാക്ഷൻ കൊണ്ടല്ല ഈ എന്താണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് റേഡിയൽ ഓറിയന്റേഷൻ ഓഫ് സെല്ലുലോസ് മൈക്രോഫൈബ്രിൽ ഇൻ ദ സെൽ വോൾ ഓഫ് ഗാർഡ് സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ബോഗൺവില്ല തോൺസ് ആർ ദ മോഡിഫിക്കേഷൻ ഓഫ്, തോൺസ് മോഡിഫൈ ചെയ്തേക്കുന്ന സ്റ്റെമ്മിൽ നിന്നാണ്, സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ് തോൺസ് എന്ന് പറയുന്ന ബോഗൺവില്ലയിൽ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു എക്സിറ്റു കൺസർവേഷൻ ഓഫ് ത്രെറ്റൻഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്? എക്സിറ്റു കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻസിറ്റു ആണ്, ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻസിറ്റു ആണ്, ഹിമാലയൻ റീജിയൻ ഇൻസിറ്റു കൺസർവേഷൻ ആണ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് ദാറ്റ് ഈസ് അൻ എക്സിറ്റു കൺസർവേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് അണ്ടർ ദ ഹ്യൂമൻ കൺട്രോൾ. നെക്സ്റ്റ് വൺ, റൂട്ട് ഹെയർ ഡെവലപ്പ് ഫ്രം ദ റീജിയൻ ഓഫ്, നമുക്കറിയാം റൂട്ട് ഹെയർ ഡെവലപ്പ് ചെയ്യുന്ന മെച്ചുറേഷൻ സോണിൽ നിന്ന്, ദ സോൺ ഓഫ് മെച്ചുറേഷൻ. ഓക്കെ, ഡിസീസ് കോസ്ഡ്, അതെന്താ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ മെച്ചുറേഷൻ സോണിലാണ് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടിഷ്യൂസും ഇരിക്കുന്നത്. എലോങ്ങേഷൻ സോണിൽ സെല്ലിൻ്റെ ഉള്ളിൽ വാക്യൂളൊക്കെ ഉണ്ടായി സെല്ല് വലുതാകുന്ന റീജിയനാണ്. റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്ന മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള റീജിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട് കാണുന്നതാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, എ ഡിസീസ് കോസ്ഡ് ബൈ an autosomal primary non-disjunction is, ഓട്ടോസോമൽ ക്രോമോസോമിൻ്റെ നമ്പറിൻ്റെ വേരിയേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ചോദിച്ചേക്കുന്നതാണ്. ഓട്ടോസോമൽ പ്രൈമറി നോൺ ഡിസ്റ്റിങ്ഷൻ അതുകൊണ്ട് ഉണ്ടാകുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. കാരണം ക്ലിൻഫിൽട്ടർ സിൻഡ്രോം XXY കണ്ടീഷനാണ്, ടേണർ സിൻഡ്രോം X0 കണ്ടീഷനാണ്, സിക്കിൾ സെൽ അനീമിയ X ക്രോമസോമിൽ ക്രോമസോം നമ്പർ 11 സോറി, പക്ഷേ അത് ഓട്ടോസോമൽ നോൺ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുണ്ടാകുന്ന അത് അല്ല, അതൊരു മെൻഡേലിയൻ ഡിസോർഡർ ആണ്, ജനറ്റിക് ഡിസോർഡർ, അതായത് ഒരു മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്, അല്ലാതെ നോൺ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുണ്ടാകുന്നതല്ല. ഡൗൺ സിൻഡ്രോം ദാറ്റ് ഈസ് 21st ക്രോമസോം എക്സ്ട്രാ വരുമ്പോഴാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. Then water potential of pure water is 0. പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഗിവ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഡ്യൂറിങ് മൈറ്റോസിസ്? മൈറ്റോസിൻ്റെ കറക്റ്റ് സീക്വൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് DNA കണ്ടൻസ് ചെയ്ത് തുടങ്ങും പ്രോഫേസിൽ, അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആവും, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഡിസ്അസംബ്ലി ഓഫ് ഓൾ ദ സെൽ ഓർഗനൽസ് വി ക്യാൻ സി. അത് എന്നിട്ട് ഈ എല്ലാ ക്രോമസോംസും കണ്ടൻസ് ചെയ്ത് വന്നിട്ട് ഇക്വേറ്റർ റീജിയനിൽ അറേഞ്ച് ചെയ്യും, അത് മെറ്റാഫേസിലേക്ക് കടക്കുമ്പോഴാണ്. അതുപോലെ സെൻട്രോമിയർ ഡിവിഷൻ നടക്കും, ദാറ്റ് ഈസ് ഇൻ ദ അനാഫേസ് സ്റ്റേജ്.
സ്റ്റേജ്, അനാഫേസ് സ്റ്റേജിൽ അത് സെഗ്രിഗേറ്റ് ചെയ്ത് ടീലോഫേസ് സ്റ്റേജിൽ വീണ്ടും ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യും. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ആൻഡ് ബാക്കി എല്ലാ ഓപ്ഷനിലും എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത് അവിടെ ഒരു ക്രോസിംഗ് ഓവർ കൊടുത്തിട്ടുണ്ട്, മൈറ്റോസിസിൽ ക്രോസിംഗ് ഓവർ ഇല്ല. അതേപോലെ കണ്ടൻസേഷൻ കഴിഞ്ഞിട്ട് അറേഞ്ച്മെൻറ്റ് അറ്റ് ഇക്വേറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രോമിയർ ഡിവിഷൻ, പിന്നെ സെഗ്രിഗേഷൻ, പിന്നെ ടീലോഫേസ് അവിടെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ കണ്ടൻസേഷൻ കഴിഞ്ഞ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസസംബ്ലി അത് വരെ കറക്റ്റാണ്, ക്രോസിംഗ് ഓവർ അവിടെ നടക്കുന്നില്ല, അപ്പോൾ അതും തെറ്റാണ്. സോ ഹിയർ ദ ഫസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഈസ് കറക്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Okay, ini the process of separation and purification of expressed protein before marketing is called as downstream processing. I'm sorry, downstream processing. The process of separation and purification of expressed protein before marketing is called downstream processing. Okay, next one, a temporary endocrine gland in the human body is corpus luteum ആണ് temporary endocrine gland എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കോർപ്പസ് കാർഡിയാക്കം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇൻസെക്റ്റിൻ്റെ ബ്രെയിനിൻ്റെ പോസ്റ്റീരിയർ റീജിയനിൽ കാണുന്നതാണ്. അത് ബ്രെയിൻ ഹോർമോണിനെ സ്റ്റോർ ചെയ്യുന്ന റീജിയനാണ് കോർപ്പസ് കാർഡിയാക്കം എന്ന് പറയുന്നത്. അത് സാധാരണ എവിടെയാണ്? ഇൻസെക്ട്സിൽ കാണുന്നതാണ്. ഇനി കോർപ്പസ് അലാട്ടം എന്ന് പറയുന്നതും ഇൻസെക്റ്റിൽ കാണുന്നതാണ്. അതിന് കോർപ്പോറ അലാട്ട എന്നും പറയും. ജുവനൈൽ ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്ന റീജിയനാണ്, ഗ്ലാൻഡാണ് കോർപ്പോറ അലാട്ട അല്ലെങ്കിൽ കോർപ്പസ് അലാട്ടം എന്ന് പറയുന്നത്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റാമോർഫോസിസ് നടക്കാതെ വരും ഈ പറയുന്ന ഇൻസെക്ട്സിൽ. ഈ കോർപ്പോറ അലാട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെഡ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഫെല്ലം ആണ്. ഫെല്ലം അല്ലെങ്കിൽ കോർക്ക്. So here this phellum, it is phellogen എന്ന് പറയുന്ന കോർക്ക് ക്യാമ്പിയം when it is undergoing cleavage or when it is undergoing division to the periphery, the phellum will be formed and inside the phelloderm will be formed. Phellogen, phelloderm together നമ്മൾ പെരിഡം എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിനകത്ത് ഫെല്ലം ആണ് നോൺ ലിവിങ് ആയിട്ടുള്ള പാർട്ട്, ഡെഡ് സെൽ. ആൻ എക്സാമ്പിൾ ഓഫ് കൊളോണിയൽ ആൽഗയ്ക്ക് എക്സാമ്പിൾ വോൾവോക്സ് ആണ്. വോൾവോക്സ് എന്ന് പറയുന്ന ഒരു സീനോബിയം ആണ്. സീനോബിയം എന്ന് പറയുന്ന ഫിക്സഡ് നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും ആ ഒരു കോളനിയുടെ ഉള്ളിൽ ഉണ്ടാവുക. അത് ഓരോ സെല്ലും ബൈഫ്ലാജലേറ്റഡ് ആയിരിക്കും. യൂളോത്രിക്സും സ്പൈറോഗൈറയും ഫിലമെന്റസ് ആണ്. ക്ലോറല്ല ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വിത്ത് ദെയർ കോസറ്റീവ് ഏജന്റ്. ഗൊണോറിയയുടെ കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് നിസീരിയ ഗൊണോറിയാണ്. സിഫിലിസിന്റെ കോസറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ട്രിപ്പോനിമ പല്ലിഡം എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ജെനിറ്റൽ വാൾസിന്റെ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. എയ്ഡ്സിന്റെ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് HIV ആണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് കോപ്പർ അയോൺസ് ഇൻ കോപ്പർ റിലീസിംഗ് IUD. കോപ്പർ റിലീസിംഗ് IUDയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻട്രായൂട്ടറിൻ ഡിവൈസ് ആയിട്ടുള്ള കോപ്പർ റിലീസിംഗ് IUDയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്പേമിന്റെ മോട്ടിലിറ്റി സപ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്പേമിനെ സപ്രസ് ചെയ്യുക. അതാണ് ഈ കോപ്പർ റിലീസിങ് IUDയിലെ കോപ്പറിൻ്റെ ഫംഗ്ഷൻ. കോപ്പർ റിലീസ് ചെയ്യുന്നതുകൊണ്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സീവേജ് ട്രീറ്റ്മെൻറ്റ് റിമൂവ് ദ സസ്പെൻഡഡ് സോളിഡും ഫ്ലോട്ടിംഗ് സോളിഡും ഒക്കെ റിമൂവ് ചെയ്യുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ സീവേജിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഹെമികോഡേറ്റ് ഷെയർ വിത്ത് കോഡേറ്റ് ഈസ്. കോഡേറ്റിലും ഒരേപോലെ കാണുന്ന ഒരു ക്യാരക്ടറാണ് ഫാരിങ്സ് വിത്ത് ഗിൽസ്ലിറ്റ്. നോൺ കോഡേറ്റിൽ ഫാരിങ്സ് ഉണ്ടാവാറില്ല, പക്ഷേ ഹെമികോഡേറ്റിലും കോഡേറ്റിലും ഫാരിങ്സ് പ്രസന്റ് ആണ്. ദെൻ ഫൈനൽ പ്രൂഫ് ഫോർ DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ കെയിം ഫ്രം ദ എക്സ്പെരിമെന്റ് ഓഫ് ഹാർഷി ചേസ് എക്സ്പെരിമെന്റ് എന്നാണ് ഫൈനൽ പ്രൂഫ് ഫോർ DNA ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഫൈനലി പ്രൂവ് ചെയ്തത് ഹാർഷി ആൻഡ് ചേസ് ആണ്. 1952 ഇത് പ്രൂവ് ചെയ്തത്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത എക്സ്പെരിമെന്റൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത് എസ്ക്രിഷ്യ കൊളയും T2 ബാക്ടീരിയോഫേജുമാണ്. റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് സൾഫറും ഫോസ്ഫറസും വെച്ചിട്ടാണ് അവരിത് പ്രൂവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എമംഗ് ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് വിച്ച് വൺ വാസ് നോട്ട് കൺസിഡർഡ് ബൈ മെൻഡൽ ഇൻ ഹിസ് എക്സ്പെരിമെന്റ്സ് ഓൺ പി. ട്രൈക്കോം എന്ന് പറയുന്നത് സ്റ്റെം ഹെയർ ആണ്.
അതിനെ പറ്റിയിട്ട് മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിട്ടുമില്ല, അദ്ദേഹം ആ ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ടുമില്ല. സോ ഹിയർ സീഡ് ഗ്രീൻ ആൻഡ് യെല്ലോ ദാറ്റ് ഹി കൺസിഡേർഡ്, പോഡ് ഇൻഫ്ലേറ്റഡ് കൺസ്ട്രക്റ്റഡ് കൺസിഡേർഡ്, സ്റ്റെം ടോൾ ആൻഡ് ഡ്വാർഫ് കൺസിഡേർഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ് ദയർ. നെക്സ്റ്റ് വൺ, പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് ക്യാരക്ടറിസ്റ്റിക് ന്യൂമാറ്റോഫോഴ്സ് ആൻഡ് ഷോ വിവിപാരി ബിലോങ്സ് ടു. ഈ ഹാലോഫൈറ്റ്സിലാണ് ന്യൂമാറ്റോഫോഴ്സും അതുപോലെ വിവിപാരിയും കാണുന്നത്. അവിടെ വിവിപാരി എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓർഗാനിസത്തിനാണ് വിവിപാരി എന്ന് പറയുന്നത്. ഇവിടെ ഹാലോഫൈറ്റ്സ് സീഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുതിയ ചെടി ഉണ്ടായതിനു ശേഷം അത് താഴെ വീഴുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹാലോഫൈറ്റ്സ് നിൽക്കുന്നത് മാർഷി ഏരിയയിലാണ്, അതായത് ചെളി നിറഞ്ഞ ഏരിയയിലാണ് ഹാലോഫൈറ്റ്സ് നിൽക്കുന്നത്. ഈ ചെളി നിറഞ്ഞ ഏരിയയിൽ നിൽക്കുന്ന ഈ പ്ലാന്റിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ന്യൂമാറ്റോഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടും ന്യൂമാത്തോഡ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ന്യൂമാറ്റോഫോഴ്സിൽ ഉള്ളത് കൊണ്ടുമാണ്. അപ്പോൾ അതിന് ഓക്സിജൻ അതിൽ കൂടെ എടുക്കാൻ കഴിയും. അപ്പോൾ ഒരു സീഡ് ഉണ്ടായി അത് നേരെ ആ മാർഷി ഏരിയയിലേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെളിയിൽ മുങ്ങിപ്പോവും. ചെളിയിൽ മുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീഡിൻ്റെ ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിൽ വെച്ച് തന്നെ സീഡ് ജെർമിനേറ്റ് ചെയ്യും. സീഡ് ജെർമിനേറ്റ് ചെയ്ത് അതിൻ്റെ റൂട്ട് പുറത്ത് വന്നതിന് ശേഷമായിരിക്കും ഈ സീഡ് താഴെ വീഴുക. അപ്പോൾ അതിൻ്റെ റൂട്ട് എപ്പോഴും എവിടെയായിരിക്കും? ആ ചെളിയുടെ മേലെയായിരിക്കും നിൽക്കുക. അപ്പോൾ അതിന് ഓക്സിജനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, സീഡ് ജെർമിനേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ പ്ലാന്റിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഡെലിവർ ആയ പോലെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ വിവിപാരി എന്ന് പറയാനുള്ള കാരണം കേട്ടോ. സോ ഹാലോഫൈറ്റ്സിലാണ് ഈ പറയുന്ന വിവിപാരിയും അതുപോലെ ന്യൂമാറ്റോഫോഴ്സും കാണുന്നത്. നെക്സ്റ്റ്, സാമോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മണലാരണ്യത്തിൽ വളരുന്ന ചെടികളെയാണ് സാമോഫൈറ്റ് എന്ന് പറയുക. ഹൈഡ്രോഫൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വെള്ളത്തിൽ വളരുന്ന. മീസോഫൈറ്റ് എന്ന് പറയുന്നത് മീസിക് കണ്ടീഷനിൽ വളരുന്നതാണ്. നെക്സ്റ്റ് വൺ, ദ പിവോട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ഈസ് എ ടൈപ്പ് ഓഫ്. പിവോട്ട് ജോയിൻറ്റ് എന്ന് പറയുന്ന ഒരുതരം സൈനോവിയൽ ജോയിൻ്റ് ആണ്. സാഡിൽ ജോയിൻറ്റും സൈനോവിയൽ ജോയിൻ്റ് ആണ്. കാർട്ടിലേജിനസ് ജോയിൻറ്റും ഫൈബ്രസ് ജോയിൻറ്റും. കാർട്ടിലേജിനസ് ജോയിൻറ്റ് കാണുന്നത് ഈ വെർട്ടിബ്രാസിൻ്റെ ഇടയ്ക്ക് കാണുന്നതാണ് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഫൈബ്രസ് ജോയിൻറ്റ് കാണുന്നത് സ്കള്ളിൻ്റെ ബോണിൻ്റെ ഇടയിൽ കാണുന്ന സച്ചേഴ്സ്, ആ ജോയിൻ്റ് ആണ് ഈ പറയുന്ന ഫൈബ്രസ് ജോയിൻറ്റ് എന്ന് പറയുന്ന ഇമ്മൂവബിൾ ജോയിൻറ്റ്. നെക്സ്റ്റ് വൺ, വിത്ത് റെഫറൻസ് ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം. ഇൻക്രീസിംഗ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അപ് ടു 0.05% can enhance the carbon dioxide fixation rate. Yes, 0.03% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. അത് 0.05% വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ കൂടും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടിയാൽ പിന്നെ കുറയുകയാണ് ചെയ്യുക. കാരണം അത് എന്താ പറയുക, ടോക്സിക് ആയിട്ട് മാറും കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിന്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി C3 plant responds to higher temperature with enhanced photosynthesis while C4 plants have much lower temperature optimum. അത് നേരെ തിരിച്ചാണ്. C4 plants ആണ് ഹയർ ടെമ്പറേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ബൈ എൻഹാൻസിങ് ഇറ്റ്സ് ഫോട്ടോസിന്തറ്റിക് റേറ്റ്. പക്ഷേ C3 plants they need low temperature as compared to C4 plants as optimum temperature for photosynthesis. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി ടൊമാറ്റോ ഈസ് എ ഗ്രീൻ ഹൗസ് ക്രോപ്പ് വിച്ച് ക്യാൻ ബി ഗ്രോൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് എൻറിച്ച്ഡ് അറ്റ്മോസ്ഫിയർ ഫോർ ഹയർ yield. കറക്റ്റ് ആണ്. ലൈറ്റ് സാച്ചുറേഷൻ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ occurs at 10% of full sunlight. അതും ശരിയാണ്. നെക്സ്റ്റ് വൺ, DNA fragments are. DNA fragments എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ DNA ഫോസ്ഫോറിക് ആസിഡ് ദാറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അതുകൊണ്ട് ആ ഫോസ്ഫോറിക് ആസിഡ് ആണ് DNAക്ക് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് പ്രൊവൈഡ്സ് സ്റ്റിക്കി ക്യാരക്ടർ ടു ദ ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെല്ലിന് സ്റ്റിക്കി ക്യാരക്ടർ കൊടുക്കുന്നത് ഏത് കമ്പോണൻ്റ് ആണെന്ന്? ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്ന ഏറ്റവും പുറത്തെ ലെയറാണ്. അത് ഗ്ലൈക്കോ പ്രോട്ടീനും ലിപ്പിഡും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതാണ് അഡ്ഹീഷൻ ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് സ്റ്റിക്കി നേച്ചർ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ എൻസൈം കോമ്പോസിഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇതിനകത്ത് അമൈലേസ്, പെപ്സിൻ ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്നാണ്. അപ്പോൾ അതല്ല. പെപ്റ്റിഡേസ്, അമൈലേസ്, പെപ്സിൻ ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്നാണ്. അതുമല്ല. റെനിനും ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്നാണ്. അതുപോലെ ലിപ്പേസ്, അമൈലേസ്, ട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്. ലിപ്പേസ് പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്, പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ട്, ട്രിപ്സിനോജൻ ഉണ്ട്, പ്രോകാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്. ഇത് നാലും പാൻക്രിയാസിൻ്റെ ഹോർമോണാണ്, എൻസൈംസ് ആണ്. അമൈലേസ്, പെപ്റ്റിഡേസ്,
ട്രിപ്സിനോജൻ റെനിൻ ഗ്യാസ്ട്രിക് സെക്രീഷൻ ആണ്. അപ്പം അതും തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, വിച്ച് among these is the correct combination of aquatic mammals? അക്വാറ്റിക് മാമൽസ് വന്നിട്ട് വെയിൽസും ഡോൾഫിനും സീൽസും ആണ് അക്വാറ്റിക് മാമൽസ്. ഇനി ഇവിടെ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ട്രൈഗണും ഷാർക്കുമാണ്. ഈ ട്രൈഗണും ഷാർക്കും ശരിക്കും കോൺട്രിക്ടൈസിൽ വരുന്ന ഫിഷസിൽ വരുന്നതാണ്. അത് മാമലിൽ വരുന്നില്ല, ഫിഷസിൽ വരുന്നതാണ്. ഇവർ വിവിപാരസ് ഓർഗാനിസംസ് ആണ്. അവർ യൂട്ടറിൻ മിൽക്കാണ് ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത്. അവർക്ക് മാമറി ഗ്ലാൻഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അവർ മാമൽസ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് വിച്ച് ഹോർമോൺ? ഓക്സിനെ കൊണ്ടാണ് പ്രീമെച്യൂർ ലീഫിൻ്റെയും അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെയും ഒക്കെ ഫോളിങ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് റൂട്ട് ഫോർ ദ പാസേജ് ഓഫ് സ്പേം ഇൻ മെയിൽ ഫ്രോഗ്. ഇത് ശരിക്കും നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ്. കേട്ടോ. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടാത്ത പോർഷനാണ്. നമ്മൾ ഫ്രോഗിനെ പറ്റിയിട്ട് പഠിക്കാറില്ല, ഫ്രോഗിൻ്റെ അനാട്ടമി പഠിക്കാറില്ല അല്ലേ, അത് ആ നീറ്റ് പോർഷനിൽ നിന്ന് എടുത്തു കളഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, ഇത് പേജ് നമ്പർ 19 ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ള നമ്മുടെ NCERT എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ ഇത് നമുക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് അവരതിന് ഗ്രേസ് മാർക്ക് കൊടുത്തത്. സോ ഹിയർ ദ ആൻസർ ഈസ് ടെസ്റ്റിസ്, വാസഫ്രൻഷ്യ, കിഡ്നി, ബിഡേഴ്സ് കനാൽ, യൂറിനോജെനിറ്റൽ ഡക്ട്, ക്ലോയാക്ക. ഇതാണ് അതിൻ്റെ ഓർഡർ വന്നിട്ട്. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് എ കപ്പിൾ വെയർ ദ മെയിൽ ഈസ് ഹാവിങ് എ വെരി ലോ സ്പേം കൗണ്ട്, വിച്ച് ടെക്നിക് വിൽ ബി സൂട്ടബിൾ ഫോർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് സ്പേം കൗണ്ട് ഉള്ള ഒരു കപ്പിളിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ മെത്തേഡാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദേ വിൽ കളക്ട് ദ സെമൻ ഫ്രം ദ മെയിൽ പാർട്ട്ണർ ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ദ സെമൻ ഇറ്റ് വിൽ ബി separating semen from there, the sperm will be separated and the sperm will be suspended in a dilute media. അതായത് സെമൻ കുറച്ച് കട്ടിയുള്ളതായിരിക്കും, അതിൽ കൂടെ ഈ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൈല്യൂട്ട് മീഡിയ കൊടുത്തതിന് ശേഷം ആർട്ടിഫിഷ്യലി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എക്കോസിസ്റ്റം ഹാസ് മാക്സിമം ബയോമാസ്? ഏത് എക്കോസിസ്റ്റത്തിലാണ് മാക്സിമം ബയോമാസ് ഉള്ളത്? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ബയോമാസ് പ്രൊഡക്ഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ലങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എയർ ഫിൽഡ് സാക്, ദ ആൽവിയോളൈ. ദേ ഡു നോട്ട് കൊളാപ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് റെസിഡുവൽ വോള്യൂം ഓഫ് എയർ പ്രസൻറ്റ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ദ എക്സ്പിരേഷൻ. എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട് റെസിഡുവൽ വോള്യൂം ഓഫ് എയർ നമ്മുടെ ലങ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലങ്സ് കൊളാപ്സ് ചെയ്യാത്തത്. ഏകദേശം 1100 to 1200 ml of air will be remain in the lungs even after the forceful expiration. Okay, next one, presence of plants arranged into well-defined vertical layers depending on their height can be seen best in tropical rainforest. പല റേഞ്ചിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ കഴിയുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനിലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ളത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? The descending limb of loop of Henle is impermeable to water. Descending limb of loop of Henle water ne permeable ആണ്. Ascending limb of loop of Henle is permeable to water. Ascending limb of loop of Henle impermeable to water ആണ്. Descending limb of loop of Henle is permeable to electrolyte. അത് impermeable to electrolyte ആണ്. Ascending limb of loop of Henle is impermeable to water. That is correct. Ascending limb of loop of Henle is impermeable to water. So next question, Alexander von Humboldt described for the first time. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഡിസ്ക്രൈബ് ചെയ്തത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ആണ്. അതായത് ഏരിയ കൂടുന്തോറും സ്പീഷീസ് റിച്ച്നെസ് കൂടും. ഓക്കെ, ഇത് ഞാൻ ക്രാഷ് ചെയ്തപ്പോൾ ക്രാഷിൻ്റെ മെറ്റീരിയലിനകത്ത് ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഡൗട്ട് ഉള്ളവരെ എടുത്തു നോക്കിക്കൊള്ളണം. നെക്സ്റ്റ് വൺ, സൈഗോട്ടിക് മിയോസിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. സൈഗോട്ടിക് മിയോസിസ് എന്ന് പറയുന്നത് താലോഫൈറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, അതായത് ആൽഗയുടെ. സോ ഹിയർ ഫ്യൂക്കസ് ഈസ് ആൻ ആൽഗെ ബട്ട് ഇറ്റ് ഈസ് നോട്ട് അണ്ടർഗോയിങ് സൈഗോട്ടിക് മിയോസിസ്. കാരണം ഫ്യൂക്കസിൽ നടക്കുന്ന ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്യൂക്കസ് അല്ല. ഫ്യൂണേറിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിൽ വരുന്നതാണ്. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലുലാർ ആൽഗയാണ്. അവിടെ എന്താണ് സൈഗോട്ടിക് മിയോസിസ് നടക്കുന്നത്. ഹാപ്ലോയിഡ് ഓർഗാനിസ് ആണത്. മർക്കാൻഷ്യ ഒരു എന്താണ് ബ്രയോഫൈറ്റ് ആണ്. അവിടെ ഹാപ്ലോയിഡ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. സൈഗോട്ടിക് മിയോസിസ് നടക്കുന്നില്ല. സോ ഹിയർ സൈഗോട്ടിക് മിയോസിസ് ഇസ് പ്രസന്റ് ഇൻ ക്ലാമിഡോമോണാസ് ബിക്കോസ് ഇറ്റ് ഫോളോസ്
ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇത് സാധാരണ താലോഫൈറ്റിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സൈഗോട്ടിക് മിയോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ഈ ഫ്യൂക്കസ് എന്ന് പറയുന്ന സൈഗോട്ടിക് മിയോസിസ് നടത്തില്ല എന്ന് പറയാനുള്ള കാരണം സൈഗോട്ടിക് മിയോസിസ് നടക്കുന്ന ഓർഗാനിസം ഹാപ്ലോയിഡ് ഓർഗാനിസം ആയിരിക്കും. കാരണം ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്തത് ഫ്യൂസ് ചെയ്യുമ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ടായി പോകും. ആ ഡിപ്ലോയിഡ് സൈഗോട്ട് ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി പോകും? അതൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ആയി പോകും. അങ്ങനത്തെ കേസിലാണ് സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് സ്പോർസായി മാറും. ആ ഓരോ സ്പോറും ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂക്കസിനകത്ത് ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസം ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ അതിനകത്ത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാപ്ലോയിഡ്. ആ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഡിപ്ലോയിഡ് ഇമ്മീഡിയറ്റ് പുതിയൊരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ കേസിൽ എംബ്രിയോ ഫോർമേഷൻ ഉണ്ടാവില്ല എന്തിനകത്ത്? താലോഫൈറ്റയുടെ ഉള്ളിൽ കേട്ടോ. താലോഫൈറ്റ ഈസ് എംബ്രിയോ ലെസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്യൂക്കസ് അതിനൊരു എക്സെപ്ഷൻ ആണ്. ഫ്യൂക്കസ് ഇറ്റ് ഈസ് എൻ എക്സെപ്ഷൻ ഫോർ ദാറ്റ്. അതുപോലെ നെക്ടോകാർപ്പസ് ഒക്കെ അതിനൊരു എക്സെപ്ഷൻ ആണ്. സാധാരണ ജനറലി വി ക്യാൻ സേ ദേ ആർ എംബ്രിയോലെസ് and they undergo zygotic meiosis എന്നാണ് നമ്മൾ പഠിക്കുന്നത്. So here the correct answer is Chlamydomonas. Next one, if there are 999 bases in an RNA that code for a protein with a 333 amino acid and the base at position 901 is deleted such that the length of the RNA become 998 bases, how many codons will be altered? നമുക്ക് 999 bases ഉള്ള ഒരു RNA ആണ് ഉള്ളത്. അത് കോഡ് ചെയ്യുന്ന 333 അമിനോ ആസിഡിനെയാണ്. അത് അപ്പോൾ 900 ബേസസ് കോഡ് ചെയ്യുന്ന എത്ര അമിനോ ആസിഡിനായിരിക്കും? 300 അമിനോ ആസിഡിനായിരിക്കും. 901ാമത്തെ ന്യൂക്ലിയോടൈഡ് റിമൂവ് ആയി പോയി എന്ന് പറഞ്ഞാൽ ആ 300 എണ്ണത്തിനകത്ത് വലിയ 300 അമിനോ ആസിഡിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന അമിനോ ആസിഡ് എല്ലാം തെറ്റിപ്പോവും. കാരണം എന്താ? ആദ്യത്തെ 901ാമത്തെ ന്യൂക്ലിയോടൈഡ് റിമൂവ് ആയി പോയി. അപ്പോൾ 902 901 ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അമിനോ ആസിഡ് സീക്വൻസും ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ എത്ര എണ്ണം ചേഞ്ച് ആവും? ഇപ്പോൾ മൊത്തം 331 അമിനോ ആസിഡ് 300 എണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ 31 എണ്ണം തെറ്റായി പോകും. So 33 will be the correct answer. Next question, flowers which have single ovule in the ovary and are packed into inflorescence are usually pollinated by. ഇത് ആനിമോഫിലിക് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണിത്. അതായത് ബേസൽ പ്ലാസൻറ്റേഷൻ ഉള്ള ആനിമോഫിലിക് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൽ ഒരൊറ്റ ഒവ്യൂൾ മാത്രം ഒരു ഓവറിയിൽ കാണുള്ളൂ. അത് ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണുക. സോ ഹിയർ വിൻഡ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറാണത്. നെക്സ്റ്റ് വൺ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ടിഷ്യൂ ഓർ ഓർഗൻ ഫെയിൽസ് ഓഫൺ ഡ്യൂ ടു നോൺ ആക്സെപ്റ്റബിൾ ബൈ ദ പേഷ്യൻസ് ബോഡി. Which type of immune response is responsible for such rejection? Cell mediated immune response. നമ്മൾ കണ്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2019 ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നെക്സ്റ്റ് വൺ, ലൈഫ് സൈക്കിൾ ഓഫ് എക്ടോകാർപ്പസ് ആൻഡ് ഫ്യൂക്കസ് റെസ്പെക്റ്റീവ്ലി ആർ. നമുക്ക് ബയോളജിക്കൽ ബയോളജിക്കൽ പ്ലാന്റ് കിങ്ഡത്തിന് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്ടോകാർപ്പസ് ഇറ്റ് ഷോ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആൻഡ് ഫ്യൂക്കസ് ഷോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ജീൻ ഹൂസ് എക്സ്പ്രഷൻ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ട്രാൻസ്ഫോംഡ് സെൽ ഈസ് നോൺ ആസ്. ട്രാൻസ്ഫോംഡ് സെല്ലിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മാർക്കർ സെലക്റ്റബിൾ മാർക്കറാണ്. സെലക്റ്റബിൾ മാർക്കർ വന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂട്രിയൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രൊഡ്യൂസിങ് ജീൻ ആവാം, ലൈക്ക് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസിങ് ജീൻ, അങ്ങനെയൊക്കെ ആവാം. എ ഡയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റ് പ്രിവെൻറ്റ് ബോത്ത്. ഡയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റിൽ ഓട്ടോഗ്യാമി നടക്കില്ല, ജീറ്റനോഗ്യാമി നടക്കില്ല. ഓട്ടോഗ്യാമി എന്ന് പറയുന്നത് ഒരേ ഫ്ലവറിൽ തന്നെ പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിൽ സ്റ്റിഗ്മയിൽ വന്ന് വീഴുകയും അവിടെ പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നതിനെയാണ് ഓട്ടോഗ്യാമി എന്ന് പറയുന്നത്. ജീറ്റനോഗ്യാമി എന്ന് പറയുന്നത് പോളിനേഷൻ ഒക്കേഴ്സ് ഇൻ ബിറ്റ്വീൻ ദ ടു ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ പോളിനേഷൻ നടക്കുക. അതായത് പോളൻ ഗ്രെയിൻസ് വിൽ ബി കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. അതിനെയാണ് ജീറ്റനോഗ്യാമി എന്ന് പറയുന്നത്. ഇത് രണ്ടും നടക്കില്ല ഡയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കേസിൽ. ഓക്കെ, ഇനി വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ഫോർ ക്രെബ് സൈക്കിൾ. ക്രെബ് സൈക്കിളിന് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദർ ഈസ് വൺ പോയിന്റ് ഇൻ ദ സൈക്കിൾ വെയർ FAD+ ഈസ് റെഡ്യൂസ് ടു FADH2. കറക്റ്റ് ആണ്. ഡ്യൂറിങ് കൺവേർഷൻ ഓഫ് സക്സിനൈൽ കോഎൻസൈം A to സക്സിനിക് ആസിഡ് എ മോളിക്യൂൾ ഓഫ് GTP സിന്തസൈസ്ഡ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല ഇങ്ങനെയൊരു സ്റ്റെപ്പ്. അവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ടു സക്സിനിക് ആസിഡിൻ്റെ ഇടയിലാണ് GTP സിന്തസിസ് പറഞ്ഞിട്ടില്ല. പക്ഷേ സക്സിനൈൽ കോഎൻസൈം A എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സക്സിനൈൽ കോഎൻസൈം
coenzyme A to succinic acid എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല, അവിടെയാണ് GTP സിന്തസൈസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആ ക്രാഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. The cycle starts with the condensation of acetyl group with pyruvic acid to yield acetic acid. അല്ല, acetyl coenzyme A oxaloacetic ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അസിട്രിക് ആസിഡ് ആവുന്നത്. അപ്പോൾ ഇതാണ് തെറ്റ്. There are 3 points in the cycle where NAD+ is reduced to NADH and H+S. 3 സ്ഥലത്ത് NADH ഫോം ചെയ്യുന്നുണ്ട് ക്രബ് സൈക്കിളിൽ. അതുകൊണ്ട് തന്നെ ടോട്ടൽ 6 NADH ക്രബ് സൈക്കിളിൻ്റെ ഫലമായിട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ഈസ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ C4 പ്ലാന്റ്സിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആണ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന എൻസൈം ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേറ്റ്. Next question, during DNA replication Okazaki fragments are used to elongate. Okazaki fragment എന്ന് പറയുന്നത് എന്താണ്? ലാഗിങ് സ്ട്രാൻഡ് ആണ്. ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്, സി ഹിയർ, ഇഫ് ദിസ് ഈസ് എ റിപ്ലിക്കേഷൻ ഫോർക്ക് ഇതാ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതായത് DNA ഓപ്പൺ ചെയ്തു വന്നു. സോ ഹിയർ ഇഫ് ദിസ് ഈസ് 5' 3' സ്ട്രാൻഡ്, ഇത് 5' 3' സ്ട്രാൻഡ് ആണ്. ഇത് അതേപോലെ 3' 5' സ്ട്രാൻഡ് ആണെന്നിരിക്കട്ടെ. സോ ഹിയർ വി നോ DNA polymerase enzyme it will synthesize the new strand in 5' 3' ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലീഡിങ് സ്ട്രാൻഡ് ഇതാ ഇങ്ങനെയായിരിക്കും സിന്തസൈസ് ചെയ്തേക്കുന്നത്. നമുക്ക് ചോദിച്ചേക്കുന്നത് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് എന്താണ്? ലാഗിങ് സ്ട്രാൻഡ് ആണ്. നമുക്ക് ലാഗിങ് സ്ട്രാൻഡിനെ പറ്റിയിട്ട് മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. സോ ഹിയർ ദിസ് 5' 3' ഡയറക്ഷൻ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഹിയർ 5' 3' ഡയറക്ഷനിൽ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ ദിസ് ഹാസ് ടു ബി സിന്തസൈസ് ലൈക്ക് ദിസ്, എന്നാലാണ് ഇവിടെ 5' 3' ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് വിൽ ബി സിന്തസൈസ്ഡ് ഡിസ്കണ്ടിന്യൂസ്ലി. അതിനെയാണ് നമ്മൾ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്ന എപ്പോഴും എവേ ഫ്രം ദ റിപ്ലിക്കേഷൻ ഫോർക്ക് ആയിരിക്കും. ടുവേർഡ്സ് ദ റിപ്ലിക്കേഷൻ ഫോർക്ക് സിന്തസൈസ് ചെയ്യുന്ന ലീഡിങ് സ്ട്രാൻഡ് ആണ്. സോ ഹിയർ വി വിൽ സി ഓൾ ദ സ്റ്റേറ്റ്മെന്റ്. ദ ലാഗിങ് സ്ട്രാൻഡ് ടുവേർഡ്സ് ദ റിപ്ലിക്കേഷൻ ഫോർക്ക്, ലാഗിങ് സ്ട്രാൻഡ് എവേ ഫ്രം ദ റിപ്ലിക്കേഷൻ ഫോർക്ക് ആണ്. ദ ലീഡിങ് സ്ട്രാൻഡ് എവേ ഫ്രം ദ റിപ്ലിക്കേഷൻ ഫോർക്ക്, ലീഡിങ് സ്ട്രാൻഡ് ടുവേർഡ്സ് ദ റിപ്ലിക്കേഷൻ ഫോർക്ക് ആണ്. ലീഡിങ് സ്ട്രാൻഡിന്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ദ ലാഗിങ് സ്ട്രാൻഡ് എവേ ഫ്രം ദ റിപ്ലിക്കേഷൻ ഫോർക്ക്, നമുക്കറിയാം ലാഗിങ് സ്ട്രാൻഡ് ആണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്, അത് റിപ്ലിക്കേഷൻ ഫോർക്കിൽ നിന്ന് എവേ തിരിച്ചാണ് സിന്തസൈസ് ചെയ്യുന്നത്. ലീഡിങ് സ്ട്രാൻഡ് ടുവേർഡ്സ് ദ റിപ്ലിക്കേഷൻ ഫോർക്ക്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ ഇവിടെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 3. Okay, next one, which of the following RNA should be most abundant in animal cell? Animal cell ഏറ്റവും കൂടുതൽ കാണുന്നത് RRNA ആണ് കേട്ടോ. RRNA ആണ്. 80% RRNA ഉണ്ട് ആനിമൽ സെല്ലിൽ. അതേപോലെ RRNA ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള RNA. mRNA ആണ് ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള RNA. ഈ tRNA നമ്മൾ സോല്യൂബിൾ RNA അല്ലെങ്കിൽ അഡാപ്റ്റർ മോളിക്യൂൾ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, GnRH ഓർ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, എ ഹൈപ്പോതലാമിക് ഹോർമോൺ നീഡഡ് ഇൻ റീപ്രൊഡക്ഷൻ ആക്ട്സ് ഓൺ. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആൻഡ് FSH ഫോർ ദ സ്റ്റിമുലേഷൻ ഓഫ് ഗൊണാഡ്സ്. ഗൊണാഡ്സിൻ്റെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടുള്ള LHനെ FSHനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഫസ്റ്റ് വൺ ആണ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് LH ആൻഡ് FSH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ഫോർ DNA ഫ്രാഗ്മെന്റ് മൂവ്മെന്റ് ഓൺ അഗറോസ് ജെൽ ഡ്യൂറിംഗ് ജെൽ ഇലക്ട്രോഫോറസിസ്? ജെൽ ഇലക്ട്രോഫോറസിസിൽ ഈ DNA സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ആവുന്നത് അതിൻ്റെ സൈസിനെ വെച്ചിട്ടാണ്. സോ ഹിയർ ദ സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. അതെ, ഏറ്റവും ചെറിയ മോളിക്യൂള് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. സോ ഹിയർ വി ക്യാൻ സി ഇൻ എ ഫാർ ഡിസ്റ്റൻസ് that molecule അത് മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ നേരെയായിരിക്കും മൂവ് ചെയ്യുന്നത്, കാരണം നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് DNA. ഓക്കെ, അതേപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ് മൂവ് ടു ഫാർദർ എൻഡ്. അല്ല, പോസിറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ് എന്നൊന്നില്ല, നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ് ആണ് എല്ലാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ് ഡു നോട്ട് മൂവ്. എല്ലാ നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റും മൂവ് ചെയ്യും, പക്ഷേ അതൊരു പോഴ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ അഗറോസ് ജെല്ലിൽ ഒരു പോറോസിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പോഴ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ കുറേ മുത്തുകൾ ഞാനൊരു ടിന്നിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ആ മുത്തിൻ്റെ ഇടയിൽ കൂടെ ചെറിയ 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 പോഴ്സ് ഉണ്ടാവും അല്ലേ, ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ഒരു മോളിക്യൂളിന് മൂവ് ചെയ്യാൻ കഴിയുമോ അതേപോലെ ആയിരിക്കും ഈ പറയുന്ന DNA മോളിക്യൂൾ മൂവ് ചെയ്യുക. അപ്പോൾ വലിയ നീളമുള്ളതാണെങ്കിൽ അതിൻ്റെ വാലിങ്ങനെ കുറേ ബാക്കിലേക്ക് ഉണ്ടാവും, അപ്പോൾ അത് കുറേ സമയം എടുക്കും അത് മൂവ് ആവാൻ വേണ്ടിയിട്ട്. ചെറുതാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അത് ഡ്രാഗ് ചെയ്ത് അങ്ങ് മൂവ് ആയി പോയിക്കോളും. അതുകൊണ്ട് ദ സ്മോളർ fragment it will move farther.
Okay, next question. Hypersecretion of growth hormone in adult does not cause further increase in height because അതായത് അഡൽട്ടിൽ ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ വീണ്ടും ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ പ്യൂബർട്ടിക്ക് ശേഷം എപ്പിഫൈസിയൽ പ്ലേറ്റ് അഡോളസൻ ഏജ് കഴിയുമ്പോഴത്തേക്കും ക്ലോസ് ആയി പോകും. എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റീജിയനാണ് എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അത് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ബോണിൻ്റെ എലോങ്ങേഷൻ നടക്കില്ല. അതാണ് നമുക്ക് വീണ്ടും ഗ്രോത്ത് ഉണ്ടാവില്ലാത്തത്. ഇതും ഞാൻ എൻ്റെ ക്രാഷിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഹോർമോണിൻ്റെ ഗ്രോത്ത് ഹോർമോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ് എപ്പിഫൈസിയൽ പ്ലേറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, ദെൻ DNA റിപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയ ഒക്കേഴ്സ്. DNA റിപ്ലിക്കേഷൻ ബാക്ടീരിയയിൽ നടക്കുന്നത് ബൈനറി ഫിഷൻ്റെ തൊട്ട് മുമ്പാണ്. ബാക്ടീരിയയിൽ മൈറ്റോസിസ് അല്ല ബൈനറി ഫിഷൻ ഉണ്ടാവാൻ കാരണം മൈറ്റോട്ടിക് ഡിവിഷനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എസ്പേസ് ഒന്നും പറയേണ്ട കാര്യമില്ല. സോ ഹിയർ പ്രിയർ ടു ഫിഷന് തൊട്ട് മുമ്പാണ് എന്ത് നടക്കുക, ഈ DNA റിപ്ലിക്കേഷൻ നടക്കുക. നൗ വിച്ച് വൺ ഫ്രം ദോസ് ഗിവൻ ബിലോ ഈസ് ദ പീരിയഡ് ഫ്രം മെൻഡൽസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്. മെൻഡലിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഏത് ടൈം ഇൻ്റർവെല്ലിലായിരുന്നു? 1856 to 1863. ഓക്കെ, 1856 മുതൽ 1863 വരെയാണ് അദ്ദേഹം പീ പ്ലാന്റിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് വൺ, വൈറോയിഡ് ഡിഫർ ഫ്രം വൈറസ് ഇൻ ഹാവിങ്. വൈറോയിഡ് എന്ന് പറയുന്നത് നേക്കഡ് വൈറസിനെയാണ്, അതായത് RNA മോളിക്യൂൾ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. ഈ തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മാൾട്ട് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ കൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് -% ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി. ഏകദേശം ഹ്യൂമൻ ബോഡിയിലെ 50% ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഇത് കാണുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ, അതുപോലെ ജെനിറ്റൽ ട്രാക്റ്റിലൊക്കെ ഉള്ള മ്യൂക്കോസ റീജിയനിൽ കാണുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് ഫോർ ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം? മെത്തനോബാക്ടീരിയം, ലാക്റ്റിക് ആസിഡ് അല്ല. മെത്തനോബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മീത്തൈൻ ഗ്യാസ് ആണ്. പെൻസിലിയം നൊട്ടേറ്റം അസറ്റിക് ആസിഡ് അല്ല. പെൻസിലിയം നൊട്ടേറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന പെൻസിലിനാണ്. സക്കറോമൈസിസ് സെറിവേഷ്യ എത്തനോൾ. സക്കറോമൈസിസ് സെറിവേഷ്യ ഫെർമെൻറ്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്തനോളാണ്. അസറ്റോബാക്ടർ അസറ്റൈ അസറ്റിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൻറ്റിബയോട്ടിക് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഹിയർ അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്തനോള് അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക അസറ്റോബാക്ടർ അസറ്റൈ. അപ്പോൾ അത് അസറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ എന്നാണ് പറയുക അതിന്. അവിടെ നമ്മൾ ഈ ഇപ്പോൾ ആൽക്കഹോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ചവർപ്പ് രസം വരാനുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് രസം വരാനുള്ള കാരണം ഈ എയ്റോബിക് ബാക്ടീരിയ ആയിട്ടുള്ള അസറ്റോബാക്ടർ അവിടെ വളരുന്നത് കൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് among the following are the smallest living cell known without a definite cell wall, pathogenic to plants as well as animals and can survive without oxygen? അനേറോബിക് കണ്ടീഷനിൽ വളരാൻ കഴിയുന്ന പത്തോജനിക് ആയിട്ടുള്ള സെൽ വോൾ ഇല്ലാത്തൊരു ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ഓർഡർ ഓഫ് ഹോഴ്സ്? ഹോഴ്സിൻ്റെ ഓർഡർ ഏതാണ്? ദാറ്റ് ഈസ് പെരൈസോഡാക്റ്റില എന്ന് പറയുന്ന ഓർഡറിലാണ് ഹോഴ്സ് വരുന്നത് കേട്ടോ. അതിൻ്റെ ക്യാബാലസ് എന്ന് പറയുന്ന അതിൻ്റെ സബ് സ്പീഷീസ് ആണ്. ഫെറസ് എന്ന് പറയുന്ന അതിൻ്റെ സ്പീഷീസ് ആണ്. ഇക്വിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. ഇക്വസ് ആണ് അതിൻ്റെ ജീനസ് വന്നിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഫ്രോഗ്സ് ഹാർട്ട് വെൻ ടേക്കൺ ഔട്ട് ഓഫ് ദ ബോഡി കണ്ടിന്യൂ ടു ബീറ്റ് ഫോർ സം ടൈം. സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫ്രോഗ് ഈസ് എ പോയിക്കിലോതേം അല്ല. ഫ്രോഗ് ഡസ് നോട്ട് ഹാവ് എനി കൊറോണറി സർക്കുലേഷൻ നോ. ഹാർട്ട് ഈസ് മയോജനിക് ഇൻ നേച്ചർ, ദാറ്റ് ഈസ് വൺ റീസൺ. ഹാർട്ട് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ, ദാറ്റ് ഈസ് അനദർ റീസൺ. ഓക്കെ, അപ്പോൾ മയോജനിക് ആയതുകൊണ്ടും ഓട്ടോ എക്സൈറ്റബിൾ ആയതുകൊണ്ടും ആണ് ഫ്രോഗിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഹാർട്ടിനെ പുറത്തെടുത്താൽ കുറച്ച് നേരം അത് വീണ്ടും പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹോമോസൈഗസ് പ്യുവർ ലൈൻ ഇൻ കാറ്റിൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ. ഹോമോസൈഗസ് പ്യുവർ ലൈൻ കാറ്റിലിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ സെയിം ബ്രീഡിലുള്ള ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിച്ചാൽ മതി. അതായത് 4 മുതൽ 6 ജനറേഷൻ വരെ അവർക്ക് ഏതെങ്കിലും ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ that will lead to the formation of homozygous pure line. Okay, next one,
ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഹാർഡ്വുഡ്. ഹാർഡ്വുഡ് എന്ന് പറയുന്നത് ദ സെക്കൻഡറി സൈലം വെൻ ഇറ്റ് ഈസ് ഫോമിങ്, വെൻ ഇറ്റ് വിൽ ബിക്കം തിക്കൻ ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റ് വിത്ത് ലിഗ്നിൻ ആൻഡ് ഓൾ ദ വാട്ടർ കണ്ടക്ഷൻ, മിനറൽ കണ്ടക്ഷൻ ഒക്കെ അതിൽ കൂടെ സ്റ്റോപ്പ് ആയി പോവും, അത് ഡാർക്ക് ബ്രൗൺ കളറിൽ കാണും, അതിനെയാണ് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ഹൈലി ഡ്യൂറബിൾ, കറക്റ്റാണ്. അത് ലിവിങ് അല്ല, നോൺ ലിവിങ് ആയതുകൊണ്ടും അതുപോലെ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അത് ഒരുപാട് നാൾ നിലനിൽക്കും, വേറെ ബാക്ടീരിയയുടെ ഫംഗസിൻ്റെ അറ്റാക്ക് അതിനകത്ത് വരില്ല. ഇറ്റ് കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ് എഫിഷ്യൻ്റ്ലി, ഇല്ല, ദേ വിൽ നോട്ട് കണ്ടക്ട് വാട്ടർ ആൻഡ് മിനറൽസ്. സോ ദാറ്റ് ഈസ് റോങ്, നമ്മൾ ചോദിച്ചിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് കംപ്രൈസസ് ഡെഡ് എലമെന്റ്സ് വിത്ത് ഹൈലി ലിഗ്നിഫൈഡ് വോൾ, കറക്റ്റ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ഇറ്റ്, കറക്റ്റ്. നെക്സ്റ്റ് വൺ, അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഇസ് എ പ്രോട്ടീൻ ഡിഗ്രഡേഷൻ മെഷീനറി നെസസറി ഫോർ proper mitosis of animal cell. If anaphase promoting complex is defective in a human cell, which of the following is expected to occur? Anaphase promoting complex defective ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനാഫേസിലേക്ക് ഒരു സെല്ല് എൻ്റർ ചെയ്യില്ല. അപ്പോൾ എന്താവും, മെറ്റാഫേസിൽ അത് അറസ്റ്റ് ആയി പോകും. മെറ്റാഫേസിൽ അറസ്റ്റ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമസോംസ് എല്ലാം വന്ന് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുള്ളൂ, അത് സെഗ്രിഗേറ്റ് ചെയ്ത് പോവില്ല. സെഗ്രിഗേഷൻ നടക്കുന്നത് അനാഫേസിലാണ്. സോ ഹിയർ ഇഫ് there is no anaphase promoting factor or if it is defective, we can say chromosome will not segregate. Next one, which of the following cell organelle is responsible for extracting energy from carbohydrate to form ATP? ഏത് സെൽ ഓർഗനിലിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റ് ATP എനർജി കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്? മൈറ്റോകോൺട്രിയോൺ. ഓക്കെ, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ATP ഉണ്ടാകുന്ന സൈറ്റോപ്ലാസത്തിൽ വെച്ചും ഉണ്ടാവും, പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്ന സെൽ ഓർഗനൽ നിന്നാണ്, സൈറ്റോപ്ലാസ്മിക് ഓർഗനൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയോൺ. മൈക്കോറൈസ ആർ ദ എക്സാമ്പിൾ ഓഫ്, മൈക്കോറൈസ എന്ന് പറയുന്ന സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ദ ഹയർ റൂട്ട്സ് ആസ് വെൽ ആസ് ദ ഫംഗസ് ആണ്. സോ ദാറ്റ് ഈസ് എ മ്യൂച്വൽ അസോസിയേഷൻ, മ്യൂച്വലിസം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് എക്സ് പെയർസ് ഓഫ് റിബ്സ് ഇൻ ഹ്യൂമൻസ് ഓൺലി വൈ പെയർസ് ആർ ദ ട്രൂ റിബ്സ്? എത്ര പേരുണ്ട് ടോട്ടൽ? 12 പേര് റിബ്സ് ഉണ്ട്, അതിനകത്ത് വൈ പെയർസ് ആർ ട്രൂ റിബ്സ്. എത്ര ട്രൂ റിബ് ഉണ്ട്? 7 പേഴ്സ് ട്രൂ റിബ്സ് ആണ്. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് പ്രൊവൈഡ് ദർ എക്സ്പ്ലനേഷൻ. So here the correct option is x is equal to 12 and y is equal to 7, because total 12 pairs of ribs are there. 7 pairs of ribs are the true ribs, because a true rib vannittu dorsally it is attached to the vertebral column and ventrally it is attached to the sternum. False rib 3 pair aanullathu, adu sternathiലേക്ക് attach ചെയ്യുന്നില്ല, that is attached to the 7th rib, that is called as false rib, and it is attached with the help of hyaline cartilage. ഇനി രണ്ടെണ്ണം 11th ഉം 12th ഉം ഫ്ലോട്ടിംഗ് റിബ് ആണ്, അത് ഡോർസലി മാത്രമേ അറ്റാച്ച് ചെയ്യുന്നുള്ളൂ, വെൻട്രലി എവിടെയും അറ്റാച്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് പോറിഫെറൻസ്, പോറിഫെറൻസിൻ്റെ കേസിൽ സ്പോഞ്ചോസീൽ ഈസ് ലൈൻഡ് വിത്ത് കൊയാനോസൈറ്റ്. കൊയാനോസൈറ്റ് ബൈഫ്ലാജല്ലേറ്റഡ് ആണ്. Next one, which of the following statement is not valid for aerosols? Aerosols എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ ഓഫ് ഫൈൻ സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് വാലിഡ്? തെറ്റായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദേ ഓൾട്ടർ റെയിൻഫോൾ ആൻഡ് മൺസൂൺ പാറ്റേൺ. അതിന് കറക്റ്റാണ്. ഫോഗിനൊക്കെ വന്നിട്ട് റെയിൻഫോളും മൺസൂൺ പാറ്റേണും ഓൾട്ടർ ചെയ്യാൻ കഴിയും. ദേ കോസ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ഇല്ല, തീർച്ചയായിട്ടും ഇറ്റ് വിൽ റിഡ്യൂസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ബിക്കോസ് ഈ ഫോഗ് ഉണ്ടായി കഴിയുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഡെഫിഷ്യൻസി വരും, അതായത് അതിന് ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറയും, ഫോട്ടോസിന്തസിസ് കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കുറയും. ദേ ഹാവ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്, കറക്റ്റ്. ദേ ആർ ഹാർംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ് വൺ, എ baby boy aged 2 years is admitted to play school and passes through a dental checkup. The dentist observed that the boy had 20 teeth which teeth were absent. അതായത് ഈ ബോയ് എന്ന് പറയുന്ന 2 വയസ്സുള്ള കുട്ടിയാണ്. ഈ 2 വയസ്സുള്ള കുട്ടിക്ക് ആകെ 20 ടീത്താണ് ഉള്ളത്. ആ 20 ടീത്തിൽ ഏത് ടീത്താണ് ഇല്ലാത്തത്? അതായത് 20 ടീത്തേ ഉള്ളൂ. നമുക്കറിയാം ടോട്ടൽ ഹൗ മെനി ടീത്ത് വിൽ ബി പ്രസൻറ്റ് ഇൻ അവർ കേസ് 32 ടീത്ത് ഈസ് പ്രസൻറ്റ്, റൈറ്റ്? അതിന് 20 ടീത്തേ ഉള്ളൂ. ഏതാണ് ഇല്ലാത്തത്? നമുക്ക് അതിൻ്റെ ഡെൻ്റൽ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ 2102 ഡിവൈഡഡ് ബൈ 2102 2102 ആണ്. ഇത് രണ്ടെണ്ണം ഇൻസിസേഴ്സ്, ഇത്
canine. ഈ premolars ആബ്സെൻ്റ് ആണ്. molars രണ്ടെണ്ണാണുള്ളത്. So here we can see premolars are absent in the case of milk teeth. The next one, select the mismatch. Cycus, it is dioecious. Correct ആണ്. Salvinia heterosporous development തരുന്ന ടെറിഡോഫൈറ്റ് ആണ്. ഇക്യൂസീറ്റം ഹോമോസ്പോറസ് ആണ്. ഇക്യൂസീറ്റം എന്താണ് സ്ട്രോബിലസ് കാണിക്കുന്ന അല്ലെങ്കിൽ കോൺ സ്ട്രക്ചറിൽ അതിൻ്റെ സ്പൊറാഞ്ചി ഇരിക്കുന്നതാണ് ഇക്യൂസീറ്റത്തിൽ. പൈനസ് ഈസ് ഡൈഷ്യസ്. ആക്ച്വലി പൈനസ് എന്താണ് മൊണീഷ്യസ് ആണ്. സോ ദാറ്റ് ഈസ് റോങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മോർഫോളജിക്കൽ നേച്ചർ ഓഫ് എഡിബിൾ പാർട്ട് ഓഫ് കോക്കനട്ട് ഈസ്. കോക്കനട്ടിൻ്റെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എൻഡോസ്പേം ആണ്. ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ. ഡബിൾ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്ന എവിടെയാണ്? ആൻജിയോസ്പേംസിലാണ്. നെക്സ്റ്റ് വൺ, സ്പ്ലൈസിയോസോംസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ സെൽസ് ഓഫ്. സ്പ്ലൈസിയോസോംസ് എന്ന് പറയുന്നത് യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ മാത്രം കാണുന്നതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ബാക്ടീരിയ. മൊണീറൻസ് പ്രോകാരിയോട്സ് ആണ്. നെക്സ്റ്റ്, അസോസിയേഷൻ ഓഫ് ഹിസ്റ്റോൺ H1 വിത്ത് എ ന്യൂക്ലിയോസോം ഇൻഡിക്കേറ്റ്. ഒരു H1 പ്രോട്ടീൻ ൻ്റെ അസോസിയേഷൻ ന്യൂക്ലിയോസോമിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് അൺവൈൻഡിങ് കണ്ടീഷനിലല്ല, വൈൻഡ് സ്റ്റേറ്റിലാണ്. അതായത് അതിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതിലാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത് അൺഫോൾഡിങ് ഒന്നും നടക്കുന്നില്ല ആ സമയത്ത്. എന്ന് പറഞ്ഞാൽ അതൊരു ക്രോമാറ്റിൻ ഫൈബറാണ് കാണിക്കുന്നത്. അതിൻ്റെ ക്രോമാറ്റിൻ ഫൈബറിൻ്റെ പ്രസൻസ് ആണ് H1ൻ്റെ പ്രസൻസ് ന്യൂക്ലിയോസോമിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ DNA റിപ്ലിക്കേഷൻ ഈസ് ഒക്കറിങ്. DNA റിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ DNA വന്നിട്ട് അൺവൈൻഡ് ചെയ്യുക. അപ്പോൾ H1 പ്രോട്ടീൻ ഒന്നും കാണില്ല. DNA is condensed into chromatin fiber. That is correct. DNA condensed ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന H1 പ്രോട്ടീനെ കാണാൻ കഴിയുക. DNA ഡബിൾ ഹെലിക്സ് ഈസ് എക്സ്പോസ്ഡ്. DNA ഡബിൾ ഹെലിക്സ് എക്സ്പോസ്ഡ് ആയിരിക്കുമ്പോഴും ഹിസ്റ്റോൺ പ്രോട്ടീൻ H1 ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ഒക്കറിങ്. അന്നേരവും അൺവൈൻഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുക. അന്നേരവും കാണാനാവില്ല. നെക്സ്റ്റ് വൺ, ദ റീജിയൻ ഓഫ് ബയോസ്ഫിയർ റിസർവ് വിച്ച് ഈസ് ലീഗലി പ്രൊട്ടക്റ്റഡ് ആൻഡ് വെർ നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അലൗഡ് ഈസ് നോൺ ആസ് കോർ സോൺ എന്നാണ് പറയുക. ബയോസ്ഫിയർ റിസർവിനെ നമുക്ക് 3 സോണായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബഫർ സോണ്, ഒന്ന് ട്രാൻസിഷൻ സോണ്, ഒന്ന് കോർ സോണ്. കോർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ ഹ്യൂമൻ ആക്ടിവിറ്റി അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ആ കോർ സോണിൽ വന്നിട്ടായിരിക്കും ഈ പറയുന്ന എല്ലാ ഓർഗാനിസംസ് ഒക്കെ കാണുക. അതേപോലെ ബഫർ സോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂമൻ ആക്ടിവിറ്റി ഒക്കെ അവിടെ ഉണ്ടാവും, എന്നാലും അതും കൺട്രോൾഡ് വേയിലായിരിക്കും. ഇനി ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആളുകൾ ജീവിക്കുന്നതായിരിക്കും. അതായത് ബയോസ്ഫിയർ റിസർവിൻ്റെ അടുത്ത് അതിൻ്റെ ചുറ്റുംപുറമായിട്ട് ആളുകൾ ജീവിക്കുന്ന ഏരിയയ്ക്കാണ് നമ്മൾ ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ 2017. അപ്പോൾ 2017 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ടഫ്നെസ് അവിടെ ഇവിടെയൊക്കെ, ടഫ്നെസ് ഇല്ല എന്നാലും ഒന്ന് നമ്മൾ 2019 വെച്ച് ഇത്തിരിയും കൂടി ഒരു കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കുന്ന കാണാം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഈസി ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ ഞാൻ ക്രാഷിൻ്റെ വീഡിയോസ് ഇട്ടേക്കുന്നത് ഞാൻ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ പോയിൻറ്റ്സും എനിക്ക് ഓർമ്മയിൽ നിന്ന് എല്ലാ പോയിൻറ്റ്സും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. NCERTയുടെ പുറത്തുനിന്നുള്ള പോയിൻറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ആ ഒരു ഭാഗം മാത്രം ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം കളയാതെ, സെർച്ച് ചെയ്ത് ഒരുപാട് സമയം കളയാതെ നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. So you just practice this question paper today.